വിജയനാഥ് സാർ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ മുൻപും സംഭവിച്ചിട്ടുണ്ടാകാം. അധ്യാപന മേഖലയിൽ ദീർഘകാലത്തെ അനുഭവ പരിചയം കൂടി സാറിനുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അച്ചടക്ക നടപടിയിലേക്ക് പോകും മുമ്പ് വിശദീകരണമൊക്കെ ചോദിക്കുന്ന ഒരു പതിവുണ്ട്. ഇവിടെ ഇപ്പോൾ വിശദീകരണത്തിലൊന്നും ഒതുങ്ങാതെ അതിവേഗ നടപടികളിലേക്ക് നീങ്ങുന്നു. ഗുരുതരമായ അച്ചടക്ക പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ളവരുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ രാഷ്ട്രീയമില്ല എന്ന് ശ്രീമതി ദീപ പറയുന്നു. മറുവശത്ത് അഖിൽ കൃത്യമായി രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നു. സാർ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതിലെന്താണ് ശരിക്കും സംഭവിച്ചത്? അല്ല, ഈ ചോദ്യകർത്താവ് സൂക്ഷിക്കണം കേട്ടോ. കാരണം ചിലർക്ക് രുചിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ അവരുടെ കൈ വെട്ടും. പിന്നെ കൈയും വെട്ടും കാലും വെട്ടും എന്ന് മുദ്രാവാക്യം മുഴക്കുന്നവരും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പ്രൊഫസർ ടി.ജെ. ജോസഫിനെ മറന്നിട്ടില്ലല്ലോ. തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകൻ. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, കുടുംബം വരെ നഷ്ടപ്പെട്ടില്ലേ? ജീവിതം പിച്ചി ചീന്തുകയല്ലായിരുന്നോ ചെയ്തത്? അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നൊക്കെ കേരളത്തിലുള്ളവർക്കറിയാം. രണ്ടാം മുണ്ടശ്ശേരി എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം. പറഞ്ഞ എന്താണ്? ഏറ്റവും വലിയ മണ്ടനാണ് ആ പ്രൊഫസർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ഈ സവർക്കറെക്കുറിച്ച്. പിന്നെ ആരെക്കുറിച്ചാണ് ചോദിക്കേണ്ടത്? ആയെങ്കിൽ ആരാണ് എന്നാണോ ചോദിക്കേണ്ടത്? ഇപ്പോൾ അവർക്കൊക്കെയല്ലേ വലിയ വീരപരിവേഷം ചാർത്തുന്നത്? നമ്മുടെ പത്രങ്ങളിൽ വലിയ തലക്കെട്ട് വരുന്നത് ഈ ഗുണ്ടാ സംഘത്തിൻ്റെ തലവന്മാരുടെ പേരുകളാണ്. കുട്ടികൾ ഇതാണ് വായിച്ചു വെക്കുകയും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നോ എങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെടുമായിരുന്നോ? ഇപ്പം ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ. എന്താണ് ഇതിൻ്റെ പേരിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ളത്? ഈ സസ്പെൻഷൻ നടപടി ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇത് വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് പോകും. ലക്ഷ്മിക്ക് ഒക്കെ ഓർമ്മ കാണുമായിരിക്കും, പണ്ട് നമ്മൾക്ക് ഈ തനിനിറം എന്ന് പറയുന്നൊരു പത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ പത്രാധിപതി കൃഷ്ണൻ നായർ ഒരു എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നിയമസഭയിൽ വിളിച്ച് ശാസിക്കുകയുണ്ടായി. മാപ്പ് പറയണമെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞില്ല. ഒടുവിൽ സഭയിൽ വിളിച്ച് ശാസിച്ചു. അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്തു? അന്ന് രാത്രി തന്നെ അടുത്ത ദിവസത്തേക്ക് പത്രം തയ്യാറാക്കിയപ്പോൾ ആ പഴയ എഡിറ്റോറിയൽ എടുത്ത് ഒന്നുകൂടെ അങ്ങ് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതിയതിൻ്റെ പേരിൽ എന്നെ സഭയിൽ വിളിച്ച് ശാസിച്ചു എന്ന്. അപ്പോൾ എന്തു പറ്റി? അതുവരെ ആ എഡിറ്റോറിയൽ വായിക്കാതിരുന്നവരും ഒക്കെ വായിച്ചു. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒരു ചോദ്യം അവിടെ പ്രശ്നോത്തരിയിൽ ഇട്ടു. ആ ചോദ്യം ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് സസ്പെൻഷൻ, നമ്മളിത് ചർച്ച ചെയ്യുന്നു, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും? ഈ കുട്ടികൾ പോലും ഇപ്പൊ കയ്യിലിരിക്കുന്ന ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഈ മൊബൈലിലൂടെ കയറി ഇത് സെർച്ച് ചെയ്ത് ആരാണിത് എന്ന് അന്വേഷിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീരകഥകളൊക്കെ തന്നെ അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ ചോദ്യമിട്ട എന്തായിരുന്നു പേരല്ലേ? ഗുരുപ്രസാദ് അദ്ദേഹത്തിനെ ശരിക്കും അഭിനന്ദിക്കണം. കാരണം കുട്ടികൾക്ക് ഒരു അസൈൻമെന്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ അദ്ദേഹം ആയെങ്കിൽ ആരാണെന്നോ അല്ലെങ്കിൽ അതുപോലുള്ള ഗുണ്ടാ തലവന്മാർ ആരാണെന്നൊന്നും ചോദിച്ചില്ല. കാസർഗോഡ് ഒരു LP സ്കൂളിലോ ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യം ഇന്നിപ്പോൾ കേരളം മുഴുവൻ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഇന്ദിരാഗാന്ധി പോലും വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് ഭാരതത്തിൻ്റെ പ്രിയപുത്രൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാളെ ഞാൻ ചോദിച്ചോട്ടെ, ചരിത്രത്തിൽ നിന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ ചരിത്രത്തിൽ അതിങ്ങനെ അവശേഷിപ്പിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ അതിനെ തമസ്കരിക്കുന്നത്? എന്ത് കാര്യത്തിന്റെ പേരിലാണ്? ചിലർക്ക് അസഹിഷ്ണുത ഉണ്ടാകും. ഇപ്പോൾ വന്ദേ മാതരം അസഹിഷ്ണുതയാണ്, സവർക്കർ എന്ന് കേൾക്കുമ്പോൾ അസഹിഷ്ണുതയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഭാരതത്തിനകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ പോയി ജീവിക്കാൻ പറ്റുമോ? ഏത് രാജ്യത്ത് പോയാലും അത്തരത്തിലുള്ള അവിടുത്തെ സംസ്കാരത്തിനനുസരിച്ചുള്ള അവിടുത്തെ ചരിത്രത്തിനനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യണം, അത് മനസ്സിലാക്കുകയും വേണം. അതിനുവേണ്ടിയാണ് ഈ കുട്ടികളെ ഈ അധ്യാപകർ സജ്ജരാക്കിയിരിക്കുന്നത്. അപ്പോൾ അധ്യാപകന് ഇനിയിപ്പോൾ സസ്പെൻഷൻ കൊടുത്തു. ഇനി സസ്പെൻഷൻ കഴിയുമ്പോൾ കൈയും വെട്ടും കാലും വെട്ടും. ഇനി CPM ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അവരിറങ്ങി കഴിയുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സസ്പെൻഷനിലേക്ക് പോയത് എന്നുള്ളത് ഞാൻ ഇനിയും അടുത്ത റൗണ്ടിൽ വരുമ്പോൾ പറയാം.